ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഖരിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവിനെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. ഉത്സവ വസ്ത്രം. നിൻ്റെ ജീവിതം മുഴുവൻ ഉത്സവമായിരിക്കും. ജീവിതം മുഴുവൻ ഉത്സവമായിരിക്കും. സ്തോത്രം. ഇതൊരു ഭാഗ്യം. എന്നും പെരുന്നാൾ, എന്നും ഉത്സവം, എന്നും ആഘോഷം. അവിടെ കണ്ണീരില്ല, അവിടെ കയ്പില്ല, അവിടെ വൈരാഗ്യമില്ല, അവിടെ പകയില്ല, അവിടെ വിദ്വേഷമില്ല, അവിടെ അഭിപ്രായ സംഘടനകളില്ല, അവിടെ വാഗ്വാദങ്ങളില്ല, അവിടെ തീവ്രവാദങ്ങളില്ല, അവിടെ വാദഗതികളില്ല, അവിടെ കുയുക്തികളില്ല, അവിടെ ദുർനടപടികളില്ല, അവിടെ തിന്മയില്ല. എന്നും ശാന്തി. ദൈവത്തിന് സ്തോത്രം. എന്നും ശാന്തി. ഉത്സവവസ്ത്രം ധരിപ്പിക്കും. അകൃത്യം പോക്കിയിരിക്കുന്നു. സ്വർഗത്തിൽ ദൈവം കൽപ്പിക്കുകയാണ്. ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമാര്? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ അവസാന ഖണ്ഡികയിൽ പറയും, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നു എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരത്തിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ ആഴ്ചകൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതൊരു പ്രാഗൽഭ്യം. കാരണം ദൈവം അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? സ്വർഗത്തെ ദൈവം കൽപ്പിക്കുന്നു, മുഷിഞ്ഞ വസ്ത്രമെങ്കിൽ നീക്കിക്കളവീൻ. അവൻ്റെ അകൃത്യം ഞാൻ പോക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് ആ വാക്യം. മുഷിഞ്ഞ വസ്ത്രമെങ്കിൽ നീക്കിക്കളവീൻ എന്ന് കൽപ്പിച്ചു. ഞാൻ നിൻ്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവവസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അകൃത്യം പോക്കി ഉത്സവവസ്ത്രം ധരിപ്പിക്കും. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നവമിയുടെ നിർദ്ദേശപ്രകാരം രൂത്ത് കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുന്നു. ബോവസിൻ്റെ കാൽക്കൽ ചെന്ന് കിടക്കുന്നു. ബോവസിൻ്റെ കാൽക്കൽ ആശ്രയിച്ച് കിടക്കുന്നു. കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് ബോവസിൻ്റെ കാൽക്കൽ പോയി കിടക്കുന്നു. വസ്ത്രം. അകൃത്യം പോക്കുന്നു. അകൃത്യം പോക്കി ഉത്സവവസ്ത്രം ധരിപ്പിക്കുന്നു. അകൃത്യം പോക്കുന്നു. എൻ്റെ സ്നേഹിതരെ, ഞാൻ പറയട്ടെ, നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം പാപമോചനമാണ്. അകൃത്യം മോചിച്ച് കിട്ടുന്നതാണ്. കഴിഞ്ഞകാല ജീവിതം മുഴുവൻ മാറ്റി തരുന്നതാണ്. എല്ലാം ക്ഷമിച്ച് തരുന്നതാണ്. എല്ലാം ക്ഷമിച്ച് കിട്ടുക. എന്തൊരു ഭാഗ്യം! എല്ലാം ക്ഷമിക്കുന്ന യേശുവിൻ്റെ സ്നേഹം. എല്ലാം പൊറുക്കുന്നു. ഫർഗെറ്റിംഗ് ആൻഡ് ഫർഗിവിങ് ലവ് ഓഫ് ഗോഡ്. ഫർഗെറ്റിംഗ് ആൻഡ് ഫർഗിവിങ്. മറക്കുന്നു, പൊറുക്കുന്നു. ദൈവസ്നേഹം എങ്ങനെയാണ്? പിന്നെ പാപം ചെയ്തവനല്ലേ ദൈവം ഓർമ്മിക്കില്ല. ദൈവത്തിന് സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയും. നമുക്ക് പരിചയമുള്ളൊരു വാക്യമുണ്ടല്ലോ, മീഖാപ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ. മീഖാപ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 18-ാം വാക്യം മുതൽ വായിക്കൂ. കാണാൻ പഠിക്കുന്ന വാക്യമാണ്. മീഖ 7:18 മുതൽ. അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അകൃത്യം ക്ഷമിക്കുകയും അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അകൃത്യം ക്ഷമിക്കുന്നു, അതിക്രമം മോചിക്കുന്നു. ഈ ദൈവം ആരുള്ളൂ? ഇതുപോലൊരു ദൈവം ആരുള്ളൂ? പിന്നെ അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും.
നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും. പാപങ്ങളെയൊക്കെയും സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇട്ട് കളയും. എല്ലാം സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇട്ട് കളയും. ഒന്നും പൊന്തി വരികയില്ല. എല്ലാം എന്നേക്കുമായി കുഴിച്ചു മൂടും. എല്ലാം സമുദ്രത്തിൻ്റെ അഗാധങ്ങളിലേക്ക് പോകും. എല്ലാ പാപവും. എൻ്റെ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്ന് പോയ സകല പാപങ്ങളും എല്ലാം കഴുകിത്തരുന്ന ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തത്തിന് മുമ്പിൽ നിങ്ങളിന്ന് സമർപ്പിക്കുക. ഈ മഹാഭാഗ്യം നിങ്ങൾ അനുഭവിക്കുക. നിങ്ങളുടെ അകൃത്യം മോഹിച്ചു കഴിയുമ്പോൾ നിങ്ങളെ ഉത്സവവസ്ത്രം ധരിപ്പിക്കുന്നു. മോഷിച്ച വസ്ത്രം ധരിച്ചിരുന്ന ആൾ ഇപ്പോഴിതാ ഉത്സവവസ്ത്രം ധരിച്ച് നിൽക്കുന്നു. എന്തൊരു ഭാഗ്യം! നിമിഷങ്ങൾ കൊണ്ടാണ് സംഭവിച്ചത്. ദൈവത്തിൻ്റെ കരുണയാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ സ്നേഹം. അല്പനേരം മുൻപ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് വിഷണ്ണനായി നിൽക്കുകയായിരുന്നു. ഇപ്പോഴിതാ അകൃത്യം മോചിച്ചു, അതിക്രമം ക്ഷമിച്ചു. ദൈവം അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുവാൻ കൽപ്പിച്ചു. ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു. ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ പറഞ്ഞു, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു. മരിച്ചവനായിരുന്നു, ആത്മാവിൽ മരിച്ചവനായിരുന്നു. ഇവൻ മരിച്ചവനായിരുന്നു, തീർന്നു പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. അവൻ വളരെ മോശമായി ജീവിച്ചവനാണ്. അപ്പനോട് ധിക്കാരത്തോടെ ചോദിച്ചു വാങ്ങിക്കൊണ്ട് പോയതാണ്. അപ്പോൾ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണം. വസ്തുവിൽ വരേണ്ടുന്ന പങ്ക് അവകാശം പറഞ്ഞ് മേടിക്കുക. പലരും അങ്ങനെയാണ്, അവകാശം പറയുന്നു. വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക്. ദൈവത്തോട് അവകാശം പറയുന്നു. ചില പിള്ളേർ മാതാപിതാക്കളോട് അവകാശം പറയുന്നു. മാതാപിതാക്കളോട് അവകാശം പറയുന്നു. മോനെ നഷ്ടമാണ് കേട്ടോ, അവകാശം പറയാതിരിക്കുന്ന നല്ലത്, എളിമപ്പെട്ടാൽ നല്ലത്, അനുസരിച്ചാൽ നല്ലത്. ഇവിടെ ധാരാളം കുട്ടികളോട് ഇരിക്കുന്നുണ്ടല്ലോ, മക്കളെ നിങ്ങളോട് പറഞ്ഞു തരാം. മാതാപിതാക്കളെയും അധ്യാപകരെയും അനുസരിച്ച് വിനയപ്പെട്ടാൽ നല്ലത്. നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്. നിങ്ങൾക്ക് അധ്യാപകരോട് മുൻവിധി വേണ്ട, അധ്യാപകരോട് നീരസം വേണ്ട, മാതാപിതാക്കളോട് ഇഷ്ടക്കുറവ് വേണ്ട. നിങ്ങളുടെയൊക്കെ ഈ പ്രായത്തിൽ ഒരു ഈ അഡോളസൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു യൗവനത്തിലേക്കായില്ല, യൗവനത്തിലേക്ക് കടക്കുന്ന സമയം, യൗവനത്തിൻ്റെ ആദ്യ കാലങ്ങൾ. അന്നെല്ലാം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയാമോ? മാതാപിതാക്കളും അധ്യാപകരും. നിങ്ങൾ വല്ലതും അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ആ പ്രായത്തിൽ ഏറ്റവും വലിയ ശത്രു മാതാപിതാക്കളും അധ്യാപകരുമാണ്. കാരണം എല്ലാം ഓരോ വിലക്കുകൾ വയ്ക്കുന്നു. എന്തൊരു കഷ്ടം! ഞാൻ വളർന്നു വരികയില്ലേ, ഞാൻ പ്രായമായില്ലേ, എനിക്ക് ബുദ്ധിയില്ലേ, എനിക്ക് കഴിവില്ലേ, ആ ലോകത്തിൽ പല പിള്ളേരും നടക്കുന്നതൊക്കെ കാണുന്നു. അപ്പോൾ അതിനൊത്തുപോലെ നടക്കാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് വിലക്കുകൾ, എനിക്ക് ചങ്ങലകൾ, എനിക്ക് ബന്ധനങ്ങൾ. എന്നെ ഒന്നിനും അനുവദിക്കില്ല. എനിക്കൊരു സന്തോഷം സമ്മതിക്കുന്നില്ല. ഒരു സന്തോഷം, ജീവിതം സന്തോഷിക്കാനുള്ളതല്ലേ, ജീവിതം എൻജോയ് ചെയ്യാനുള്ളതല്ലേ, എൻജോയ്മെൻറ്റ്. അപ്പോഴുണ്ട് ഈ അപ്പനും അമ്മയും പറയുന്നു, വേണ്ട വേണ്ട വേണ്ട, കാർട്ടൂൺ കാണണ്ട, മോനെ നീ സിനിമ കാണണ്ട, മോളെ നീ സീരിയൽ കാണണ്ട, എൻ്റെ കുഞ്ഞെ നീ വേണ്ടാതനത്തിനൊന്നും പോകണ്ട, നീ ഇപ്പോഴ് ഈ ചെറുപ്രായത്തിൽ അരുതായികളിലേക്ക് നീങ്ങണ്ട. എല്ലാം വിലക്കുകൾ. നീ കൂട്ടുകൂടി വേണ്ടാതനത്തിൽ നടക്കണ്ട. എല്ലാം വിലക്കുകൾ. ഇപ്പോൾ പിന്നെ അപ്പനും അമ്മയും മാത്രമല്ല, സുവിശേഷകന്മാരും അതാ പരിപാടി. അവരും വിലക്ക്. കർത്താവിൻ്റെ വചനം പറയുന്നവരും വിലക്കുക. എല്ലാം വിലക്ക്. പലർക്കും മനസ്സിലാകുന്നില്ല ഈ വിലക്ക് എന്താണെന്ന്. വിലക്കെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വിലക്കുന്നു, തടയുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രൻ അവൻ വിലക്കുകളെ ഖണ്ഡിച്ചു കൊണ്ടവൻ ഇറങ്ങി. അപ്പൻ്റെ ദീനമായ കണ്ണുകളിലേക്ക് അവൻ നോക്കി. അവനൊട്ടും അലിവ് തോന്നിയില്ല. അവൻ പോകുന്നത് കണ്ട് ഏങ്ങലെടുത്ത് നിൽക്കുന്ന അമ്മ അവൻ നോക്കിയില്ല. അവൻ പോകുന്നത് കണ്ട് പാവം വിറച്ച് നിൽക്കുന്ന അപ്പനെയും അവൻ നോക്കിയില്ല. അവൻ നഷ്ടത്തിലേക്കും നാശത്തിലേക്കാണ് പോകുന്നതെന്ന് കണ്ടു നിന്ന് ആ അപ്പൻ ആ വേദനയോടെ അവനെ നോക്കിക്കൊണ്ട് നിന്നത് അവൻ തിരിഞ്ഞു നോക്കിയില്ല. അവൻ്റെ ഹൃദയത്തിൽ അഹങ്കാരമാണ്. നല്ല യൗവനത്തിൻ്റെ തിളപ്പുറ്റ പ്രായം. അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ചെലവഴിക്കാൻ രൂപ, നല്ല കരുത്തും നല്ല ആരോഗ്യ തിമിർപ്പുമുള്ള പ്രായം. ജീവിക്കരുതോ? സന്തോഷിക്കരുതോ? എൻജോയ് ചെയ്യരുതോ? വേണമെങ്കിൽ പറയും അപ്പൻ്റെയും ചെറുകാലത്തൊക്കെ എൻജോയ് ചെയ്തതല്ലേ, വേണമെങ്കിൽ പറയും. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ പറയും അപ്പൻ ഇപ്പോൾ ഈ മാനസതപ്പെടുന്നൊക്കെ പറയുന്നു. പക്ഷേ അന്ന് അപ്പനും ഇതുപോലെയൊക്കെ എൻജോയ് ചെയ്തല്ലേ, ഞാനും ഒന്ന് എൻജോയ് ചെയ്യട്ടെ, ഞാനും ഒന്ന് രസിക്കട്ടെ. എൻ്റെ സ്നേഹിതരെ, വൈകണോ? വെറുതെ ഈ മണ്ഡലത്തിന് പോകണോ? ദൈവത്തിന് സ്തോത്രം. ധൂർത്തപുത്രൻ അപ്പനെ വിട്ട് ദൂരദേശത്തേക്ക് യാത്ര ചെയ്യും. ഓരോ ചുവടും അകലയിലേക്കാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും അകന്നകന്ന് പോവുകയാണ്. അകന്നകന്ന് പോകുന്നു. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും അകന്നകന്ന് പോകുന്നവരുണ്ടോ? ദൈവവചനത്തിൽ നിന്നും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നകന്ന് പോകുന്നവരുണ്ടോ?
കൂടാരം നീക്കി നീക്കി അടിക്കുന്നവരുണ്ടോ? ആ വാക്കൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ലല്ലേ? ലോത്ത് കൂടാരം നീക്കി നീക്കി അടിച്ചു, സോതോമിലേക്ക് ലക്ഷ്യം വെച്ച് പോയി. സോതോം നശിക്കാനുള്ള നഗരമാണ്, ലോത്ത് അറിഞ്ഞില്ല. സോതോം ഗന്ധകവും തീയും പെയ്യാൻ പോകുന്ന നഗരമാണ്, ലോത്ത് അറിഞ്ഞില്ല. കൂടാരം നീക്കി നീക്കി അടിച്ചു, നീരോട്ടമുള്ള സ്ഥലം നോക്കി നോക്കി നടന്നു, ധാരാളം ഫലപുഷ്ടിയുള്ളതായ സ്ഥലങ്ങൾ കണ്ടെത്തി, അതെല്ലാം നേടിയെടുത്തു. പക്ഷേ നഷ്ടമായിപ്പോയി, എല്ലാം വിട്ട് ഓടേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ധൂർത്തപുത്രൻ അപ്പനെ വിട്ട് ഓരോ ദിവസം കഴിയും തോറും അകന്നകന്ന് പോയി. ദുർനടപ്പുകാരനായി ജീവിച്ചു, വൃത്തികെട്ടവനായി ജീവിച്ചു, നാശമായി. അവൻ്റെ ശരീരം പേക്കോലമായി മാറി. ആഹാരമില്ല, ഭക്ഷണത്തിന് മാർഗമില്ല, എല്ലാം വിറ്റ് മുടിച്ചു, ഒന്നുമില്ല കയ്യിൽ. അവസാനം എല്ലും തോലുമായി. അവനെ വിദേശത്തെ പ്രഭുവിൻ്റെ കീഴിൽ അടിമവേല ചെയ്തു. ആ പന്നിയെ നോക്കാൻ പോയിട്ട് പന്നി തിന്നുന്ന വാളവര പോലും കിട്ടിയില്ല. അവൻ നിസ്സഹായനായി വേദനിച്ച് പൊളഞ്ഞ് കരഞ്ഞുകൊണ്ട് അപ്പൻ്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. അവൻ ഓടി വന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ സംഭവം. ലൂക്കോസിന് ശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ പറയുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്. അവൻ ഓടി വന്നപ്പോൾ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്, അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാലൊരുത്തിനെ പോലെ എന്നെ കൈക്കൊള്ളണമേ, നിൻ്റെ കൂലിക്കാലൊരുത്തിനെ പോലെ എന്നെ ആക്കേണമേ. കൂലിക്കാലൊരുത്തിനെ പോലെ ആക്കിയാൽ മതി. എനിക്ക് തരണമേ എന്ന് ചോദിച്ചവൻ എന്നെ ആക്കണമേ എന്ന് പറയുകയാണ്. നിൻ്റെ കൂലിക്കാലൊരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓടി വരുന്നു. അപ്പൻ ആ ശബ്ദം കേട്ടു. അപ്പൻ കാതോർത്തു. പരിചയമുള്ള ശബ്ദമാണല്ലോ, അതിൻ്റെ മോൻ്റെ ശബ്ദമാണല്ലോ. അപ്പൻ ആ ശബ്ദം മറന്നിട്ടില്ല, അപ്പനൊരു സ്വരം മറന്നിട്ടില്ല. അപ്പൻ അവനെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പോയ അന്ന് മുതലേ അപ്പൻ എന്നും അവൻ വരുമോ വരുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൻ സ്നേഹത്തോട് നോക്കി നിൽക്കുകയാണ്. അപ്പൻ്റെ സ്നേഹത്തിൻ്റെ അളവ് ആർക്കറിയാം? ഒരപ്പൻ്റെ സ്നേഹത്തിൻ്റെ അതിരാർക്കറിയാം? പ്രിയപ്പെട്ടവരെ, ആ മകൻ ദൂരദേശത്തേക്ക് പോയവൻ അവനിതാ ഒന്നും കിട്ടാതെ വലഞ്ഞ് അലഞ്ഞ് അഴന്ന് അവൻ ഒരു നിരാശ്രയനായി വരികയാണ്. അവൻ ദൂരെ നിന്ന് തന്നെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിൻ്റെ മകൻ്റെ പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാലൊരുത്തിനെ പോലെ ഇനി ആക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പനതെല്ലാം നല്ലപോലെ കേട്ടു. അപ്പൻ്റെ ഉള്ളം തകർന്നു. ഓടിച്ചെന്നു, കൈ നീട്ടിക്കൊണ്ട് ഓടിച്ചെന്നു. അപ്പൻ്റെ മുമ്പിൽ അവൻ വീഴാനങ്ങ് തുടങ്ങിയതാണ്. അവൻ കവിണ്ണ് വീണ് അപ്പൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയതാണ്. അപ്പൻ കൈത്തണ്ടിൽ അവനെ വാരി എടുക്കുന്നത് പോലെ എടുത്തു, ചേർത്ത് മാറോട് അണച്ചു. അവൻ അപ്പോഴും പറയുകയാണ്, അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിൻ്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാലൊരുത്തിനെ പോലെ ആക്കണമേ എന്ന് പറയാനായിട്ട് അവൻ തുടങ്ങിയെങ്കിലും അതവൻ അവരെ കൊണ്ട് പറയിപ്പിച്ചില്ല. അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിൻ്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല. ഇത്രയും പറഞ്ഞപ്പോഴേക്കും അപ്പനവനെ വാരി പുണർന്ന് അവൻ്റെ മുഖമടച്ച് വായടച്ച് ഉമ്മ വെച്ചു. മിണ്ടിച്ചില്ല. ഇതാണ് സ്നേഹം. പിതാവിൻ്റെ സ്നേഹം ഇതാണ്. ദൈവത്തിന് സ്തോത്രം. മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുണ്ട്. മക്കൾ നഷ്ടപ്പെടുന്നതോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്. മക്കൾ സുബോധമില്ലാത്തവരെ പോലെ പെരുമാറുന്നത് കണ്ട് അതിവേദനപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. മക്കളുടെ ബോധം നഷ്ടപ്പെട്ടതുപോലെ അവർ വളരെ വൃത്തികെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് കണ്ട് വിഷമിച്ച് നിൽക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരുടെ ഭാവി മുടിയുന്നവർ മാതാപിതാക്കൾക്കറിയാം. പക്ഷെ പറഞ്ഞാൽ അവരുടെ തലയിൽ കയറില്ല. അങ്ങനെ വലയുന്ന മാതാപിതാക്കൾ അനേകം പേര് നാനാദേശങ്ങളിൽ നിന്ന് ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടാകും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സ്നേഹിത, മടങ്ങി വരാം. മടങ്ങി വന്നാൽ അപ്പൻ സ്വീകരിക്കും. സ്വർഗത്തിലപ്പൻ കരുണയുള്ളവനാണ്. സ്വർഗത്തിലപ്പൻ നിന്നെ സ്വീകരിക്കും. അപ്പൻ നിന്നെ കൈക്കൊള്ളും. അപ്പൻ പറഞ്ഞു, അവനെ കൂട്ടിക്കൊണ്ട് എടുത്തുകൊണ്ട് വരുന്നത് പോലെ കൊണ്ടുവന്ന് അവനെ വീട്ടിലേക്ക് കയറ്റിയിട്ട് അപ്പൻ പറഞ്ഞു, വേലക്കാട്ട് പറഞ്ഞു, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. മേൽത്തരമായ അങ്കി, ഉത്സവവസ്ത്രം. വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പിടിവിപ്പീൻ. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നാൽ ജീവിച്ചിരിക്കുന്നു, കാണാതെ പോയിരുന്നെന്നാൽ കണ്ടുകിട്ടിയിരിക്കുന്നു. അപ്പൻ വാത്സല്യാതിരേകത്താൽ അവന് എല്ലാം ഒരുക്കി വച്ചിരിക്കുകയാണ്. അവൻ്റെ മോതിരം നഷ്ടപ്പെട്ടതിന് പുത്രസ്വീകാരത്തിൻ്റെ മോതിരം അവന് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. അവൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടതിന് മേൽത്തരം അങ്കി കരുതി വച്ചിരിക്കുന്നു. അവൻ്റെ വേലയിൽ, സുവിശേഷ വേല, വയലിലെ വേലയ്ക്ക് അവന് ചെരുപ്പുണ്ടായിരുന്നു. ചെരുപ്പ് നഷ്ടപ്പെട്ടതിന് ഇപ്പോൾ മേൽത്തരം ചെരുപ്പ് അവന് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. എല്ലാം പാകത്തിനൊപ്പിച്ച് കരുതി വച്ചിരിക്കുന്നു. വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്നതിനെ ധരിപ്പിപ്പീൻ. ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടിപ്പിപ്പീൻ. ഈ എൻ്റെ അവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ വീണ്ടും ജീവിച്ചിരിക്കുന്നു, കാണാതെ പോയിരുന്നു, കണ്ടിട്ടിരിക്കുന്നു. അതുകൊണ്ട്
നാം സന്തോഷിച്ച് ആനന്ദിക്കുക. വേഗം തടിപ്പിച്ച കാളക്കുട്ടി എറുപ്പീൻ, നമുക്ക് വിരുന്നാഘോഷിക്കാം. ഉത്സവ വസ്ത്രം. അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. സ്നേഹിതരെ, ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആശയുണ്ടോ ആനന്ദിച്ച് തുടങ്ങാൻ? ആനന്ദം തുടങ്ങാൻ, വീട്ടിൽ ആനന്ദം തുടങ്ങാൻ, വീട്ടിൽ സമാധാനം തുടങ്ങാൻ, ഒരു ശാന്ത ജീവിതം തുടങ്ങാൻ, ഒരു ലളിത ജീവിതം തുടങ്ങാൻ, ഒരു വിശുദ്ധ ജീവിതം തുടങ്ങാൻ സ്നേഹിതരെ നിങ്ങൾക്ക് ആശയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് സാധിപ്പിച്ചു തരും. യേശുക്രിസ്തു സാധിപ്പിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെക്കൊണ്ട് സാധിക്കുകയില്ല, ഇതുവരെ സാധിച്ചില്ല. സാരമില്ല, സമയം വൈകിയില്ലല്ലോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഇത്രയും കാലം തീരുമാനമെടുത്തു, എല്ലാം ലംഘിച്ചു. ഇത്രയും കാലം സമർപ്പണം പറഞ്ഞു, എല്ലാം പൊളിഞ്ഞുപോയി. കർത്താവേ, ഞാൻ നിന്നോട് പറഞ്ഞ വാക്കെല്ലാം ഞാൻ മാറ്റിപ്പോയി. കർത്താവേ, നായ ഛർദ്ദിച്ചതിലേക്ക് തിരിയുന്നത് പോലെ ഞാൻ പാവത്തേക്ക് തിരിഞ്ഞുപോയി. പന്നി ചെളിയിൽ കുളിച്ചതിന് ശേഷം ചെളിയിൽ വെള്ളം തിരിയുന്നത് പോലെ ഞാൻ ചെളിയിലേക്ക് പോയി. കർത്താവേ, എനിക്ക് ന്യായം പറയാനൊന്നുമില്ല. എനിക്ക് നിൻ്റെ മകൻ എന്ന പേരിന് യോഗ്യതയില്ല. കർത്താവേ, നിൻ്റെ ഭവനത്തിലെന്നും പാർത്താൽ മതി. ഞാൻ കൂലിക്കാരനായി നിന്നുകൊള്ളാം, ഞാൻ ഒരടിമയായി നിന്നുകൊള്ളാം. ഒരു കൂലി എനിക്ക് പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് എൻ്റെ അപ്പൻ്റെ മുഖം എന്നും കണ്ടാൽ മതി. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എനിക്ക് പാർക്കാൻ യോഗ്യതയില്ല. കൂലിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ കഴിഞ്ഞുകൊള്ളാം. അപ്പ, എനിക്ക് ഈ ഭവനത്തിൽ കഴിഞ്ഞാൽ മതി. എനിക്കൊരു സമാധാനം തന്നാൽ മതി. എന്നെ നീ കൈക്കൊള്ളണമേ, എന്നെ നീ സ്വീകരിക്കണമേ. അപ്പോൾ എന്നോട് കരുണ തോന്നണമേ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ കൈകളിലേക്ക് നിങ്ങളെ കൊടുക്കാം. നിങ്ങൾ ഏറ്റുവാങ്ങാൻ യേശു ഇതാ നിങ്ങളുടെ മുന്നിൽ കരം നീട്ടി നിൽക്കുന്നു. അവനിതാ നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുന്നു. അവൻ നിങ്ങളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഹൃദയവാതിക്കൽ വന്ന് മന്ദം മുട്ടുന്നു. യേശുക്രിസ്തുവിൻ്റെ വാത്സല്യം നിങ്ങളെ തഴുകാൻ കരം നീട്ടുന്നു. ആണിപ്പാടുള്ള കരം നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നും ആ തിരുരക്തം പുരണ്ട കരം, ഇന്നും തിരുരക്തം പൊടിയുന്ന കരം നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നു. ആ തൃക്കരത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഭാവി ഒന്നും ചിന്തിക്കാതെ ഏൽപ്പിച്ചു കൊടുത്താൽ, മകനെ ലാഭമാണ്, മകളെ നഷ്ടമല്ല, ലാഭമാണ്, കുഞ്ഞേ ലാഭമാണ്. യേശുക്രിസ്തുവിൻ്റെ കൈകളിലേക്ക് നീ കൊടുത്തു നോക്കൂ. അവൻ നിന്നെ വളർത്തുന്നത് നിനക്ക് കാണാം, അവൻ നിന്നെ ഉയർത്തുന്നത് നിനക്ക് കാണാം, അവൻ നിന്നെ ഉദ്ധരിക്കുന്നത് നിനക്ക് കാണാം. അതിശയകരമായ ഉന്നത സോപാനങ്ങളിലേക്ക് അവൻ നിന്നെ കയറ്റിക്കൊണ്ട് പോകുന്നത് കാണാം. നീ ഉത്സവസ്ത്രം ധരിക്കും, വലിയൊരു ഉത്സവമായിരിക്കും. നിൻ്റെ വീട്ടിൽ ഉത്സവമായിരിക്കും, നിൻ്റെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉത്സവമായിരിക്കും. അവിടെയുള്ള അകൽച്ചകൾ മാറിപ്പോകും, അവിടെയുള്ള ഭിന്നതകൾ മാറിപ്പോകും, അവിടെയുള്ള ഇഷ്ടക്കേടുകൾ മാറിപ്പോകും, അവിടെയുള്ള കീർപ്പുകളോ പിണക്കങ്ങളോ മാറിപ്പോകും, അവിടെയുള്ള പൊരുത്തക്കേടുകൾ മാറിപ്പോകും. എല്ലാം ഒന്നായി തീരും, സ്നേഹത്തിൽ ഒന്നായി തീരും. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കളും മക്കളും ഒന്നായി തീരും, സഹോദരങ്ങൾ ഒന്നായി തീരും. ദൈവത്തിന് സ്തോത്രം. ഈ നകന്നിരിക്കുന്നവരെ ഒന്നായി തീരും, ഈ നകന്നു പോയവരെ ഒന്നിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഭിന്നിച്ചു പോയവർ അവർ ഭിന്നത മറന്ന് ഒന്നിക്കാൻ വരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പിണങ്ങിപ്പോയവർ ഇണങ്ങാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഒരു പുതിയ ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കണ്ടേ? ഒരു ഭാവി ജീവിതം ശോഭനമാകണ്ടേ? ഒരു നല്ല ജീവിതം നമുക്ക് വേണ്ടേ? ദൈവത്തിന് സ്തോത്രം. ഈ ലോക ജീവിതം, താൽക്കാലിക ലോക ജീവിതം, ക്ഷണികമായ ലോക ജീവിതം നഷ്ടപ്പെടുത്താൻ ഉള്ളതല്ലല്ലോ പ്രിയരെ. ഈ ജീവിതം അത് ലാഭമാക്കി എടുക്കേണ്ടതല്ലയോ? ഈ ജീവിതം ഇനിയുള്ള ഒരല്പകാലം, ദൈവത്തിന് സ്തോത്രം, അല്പകാലം മാത്രം ഈ ഭൂവിലവാസം, അല്പകാലം നിസ്സാരമായ ഒരു ആയുഷ്കാലം. ഇത് എന്ന് തീരും നമുക്ക് അറിഞ്ഞുകൂടാ. യാത്ര എന്ന് തീരുമോ ഈ ധരിത്രിയിൽ? എനിക്ക് അറിഞ്ഞുകൂടാ കർത്താവേ. ഈ ധരിത്രിയിലെ യാത്ര എന്ന് തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ദൈവമേ, യാത്ര, എൻ്റെ ലക്ഷ്യസ്ഥാനം ദൂരെയാണോ? എനിക്കത് അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവേ, എപ്പോഴും യാത്ര തീർന്നാലും, ഈ ഭൂമിയിലെ പരദേശ പ്രയാണം എപ്പോൾ തീർന്നാലും, നാഥാ, നിൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. ഈ നിമിഷം മുതൽ യേശുക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധനായി, ഒരു ശുദ്ധിമതിയായി ജീവിക്കുമെന്ന് തിരുവൻപാകം ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കർത്താവേ, എൻ്റെ ഈ വാക്ക് നീ സ്വീകരിക്കണമേ. ഈ വാക്ക് നീ അർത്ഥവത്താക്കി എടുക്കണമേ. ഈ വാക്ക് നീ രൂപാന്തരപ്പെടുത്തി എടുക്കണമേ. കർത്താവേ, ഇപ്പോഴുള്ള അപൂർണത മാറ്റി പൂർണ്ണതയുള്ളതാക്കി തീർക്കണമേ. ഈ സമർപ്പണത്തിൻ്റെ അപൂർണതകൾ നീ മാറ്റി എന്നെ പൂർണ്ണതയുള്ളതിനാക്കി തീർക്കണമേ. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഉത്സവം ആരംഭിക്കാം, ഉത്സവ വസ്ത്രം ധരിക്കാം. അവൻ്റെ വസ്ത്രമങ്കിൽ നിന്ന് മാറ്റുക, മുഷിഞ്ഞ വസ്ത്രം മാറ്റുക, ഉത്സവ വസ്ത്രം ധരിപ്പിക്കുക. അവൻ്റെ അകൃത്യം പോക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് അനുഗ്രഹിക്കാൻ തോന്നിയാൽ
പിന്നെ അളവില്ല കേട്ടോ. അനുഗ്രഹം തരാൻ തുടങ്ങിയാൽ അളവില്ല. അടുത്ത് പറയുകയാണ്, എന്താ അടുത്ത് പറയുന്നത് വായിച്ചേ? അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. ദൈവം പിന്നെ പറയുകയാണ്, വസ്ത്രം മാറ്റിയാലും പോരാ, ഉത്സവസ്ത്രം ധരിപ്പിച്ചാലും പോരാ, തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വെടിപ്പുള്ള ഒരു മുടി തലയിൽ വെക്കട്ടെ, ഒരു കിരീടം ധരിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. തലയിൽ കിരീടം അണിയിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ക്രോസാണ്, നാളെ ക്രൗണാണ്. ഇന്ന് കുരിശാണ്, നാളെ കിരീടമാണ്. ഇന്ന് ബ്ലീഡിംഗ് ആണ്, നാളെ ബ്ലെസ്സിങ് ആണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ബ്ലീഡിങ്, നാളെ ബ്ലെസ്സിങ്. ഇന്ന് ബ്ലീഡിങ്ങിൻ്റെ വേദന കൊണ്ട് പൊളഞ്ഞ് ഞാനങ്ങ് ഒഴിവാക്കിയേക്കാം എന്ന് വിചാരിക്കരുത്. ഇന്ന് ബ്ലീഡിങ്ങിൽ പ്രയാസമുണ്ട്, ശരിയാണ്, വേദനയുണ്ട്. എന്നാൽ ഞാനങ്ങ് ഒഴിവായേക്കാം, ഞാനങ്ങ് മരിച്ചേക്കാം, ഞാനങ്ങ് വിട്ടുപോയേക്കാം തോന്നരുത്. ഇന്ന് ബ്ലീഡിംഗ് ആണ്, പക്ഷേ നാളെ ബ്ലെസ്സിങ് കാത്തു നിൽക്കുന്നു. നാളെ ബ്ലെസ്സിങ് ആണ്, നാളെ അനുഗ്രഹമാണ്. ഇന്ന് ക്രോസാണ്, ഇന്ന് കുരിശാണ്, നാളെ ക്രൗൺ, നാളെ കിരീടമാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഈ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കേട്ടോ. അതിൻ്റെ തുടർച്ചയാണ് സ്വർഗത്തിൽ. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദുരിതങ്ങളുടെ മധ്യത്തിലെ അനുഗ്രഹം, രോഗങ്ങളുടെ മധ്യത്തിലെ അനുഗ്രഹം, പ്രയാസങ്ങളുടെ മധ്യത്തിലെ അനുഗ്രഹം, കടഭാരങ്ങളുടെ മധ്യത്തിലെ അനുഗ്രഹം, യാതനകളുടെ മധ്യത്തിലെ അനുഗ്രഹം, എതിർപ്പുകളുടെ മധ്യത്തിലെ അനുഗ്രഹം, കുത്തിത്തിരിപ്പിൻ്റെ മധ്യത്തിലെ അനുഗ്രഹം, എല്ലാം ഇവിടെ വെച്ച് ഈ അനുഗ്രഹത്തിൻ്റെ അനുഭോക്താക്കളായി നമുക്ക് മാറാം. ഈ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും കിരീടം അടയുന്നു. റൂഹുദിശ പാർക്കലീത്ത അടയുന്ന കിരീടം, ആശ്വാസപ്രദനായി പരിശുദ്ധാത്മാവ് അടയുന്ന കിരീടം ശിരസിൽ ചൂടിക്കുന്നൊരു നാൾ വരുന്നു. ദൈവത്തിന് സ്തോത്രം. അവന് തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ എന്ന് കൽപ്പിച്ചു. അടുത്ത വാക്യം. അങ്ങനെ അവർ അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ചു. യഹോവയുടെ ദൂതനോ അടുക്കെ നിൽക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചെന്തെന്നാൽ, സൈന്യങ്ങൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരിടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. എന്തൊരു ഭാഗ്യമാണ്. യോശുവയോട് ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് ചില വാഗ്ദത്തങ്ങൾ തരികയാണ്, ചില വാഗ്ദാനങ്ങൾ. ഇവിടെ ഈ നിൽക്കുന്നവരുടെയിലേക്ക്, ഈ സ്വർഗീയ വിശുദ്ധന്മാരുടെയും വിശുദ്ധ ദൂതന്മാരുടെ ഇടയിലേക്ക് നിനക്ക് എപ്പോഴെവിടെയെങ്കിലും കടന്നു വരാനുള്ള ആഗമനം ഞാൻ അനുവദിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രവചനത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ പകരും. സ്വർഗീയ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാനുള്ള ഭാഗ്യം നിനക്ക് തരും. സ്വർഗീയ മഹിമാസനത്തിലേക്ക് അടുത്ത് വരാനുള്ളതായ കൃപ നിനക്ക് തരും. ഈ നിൽക്കുന്നതിനിടയിൽ നിനക്ക് ആഗമനം അനുവദിക്കും. നീ ഇവിടെ എപ്പോൾ ആഗ്രഹിക്കുന്നപ്പോൾ ഇവിടെ കയറി വരാം. നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, നിത്യ തേജോമയനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പാവപ്പെട്ട ഒരു വിശ്വാസിക്ക് കടന്നു വരാമെന്ന്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിലേക്ക് നിനക്ക് പ്രവേശനം തരാം. നിനക്ക് ഈ നിൽക്കുന്നതിനിടയിൽ ആഗമനം അനുവദിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ നിൽക്കുന്നതിനിടയിൽ ഞാൻ നിനക്ക് ആഗമനം അനുവദിക്കുകയും ചെയ്യും. എന്തൊക്കെ ചെയ്താൽ? വ്യവസ്ഥകളുണ്ട്, ഓൺ കണ്ടീഷൻ. ആ കണ്ടീഷൻസ് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് ചില വ്യവസ്ഥകളുണ്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് അനുഗ്രഹം. നിങ്ങൾക്ക് വേണമോ അനുഗ്രഹം? യേശുക്രിസ്തു നിങ്ങൾക്ക് അടുത്ത് കിട്ടിയിരിക്കുന്നല്ലോ. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അരികത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യേശുക്രിസ്തു നിങ്ങളുടെ സമീപത്തോടെ നടക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആശ്വാസദായകൻ നിങ്ങളെ തൊടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രക്ഷകൻ നിങ്ങളെ തലോടുവാൻ കരുന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അരുമരക്ഷകൻ്റെ തൃക്കര നിങ്ങളെ പൊതിയുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ ആ തിരക്തങ്ങളുടെ നെറ്റിയിൽ തൊടുവിക്കുവാൻ കർത്താവ് നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സത്യം പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു കരം ഉയർത്തി നിൽക്കുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ രോഗം സൗഖ്യമാക്കുവാൻ, നിങ്ങളുടെ പാപം മാറ്റുവാൻ, നിങ്ങൾക്ക് പാപമോചനം തരുവാൻ, തലയിൽ വെടിപ്പുള്ളൊരു മുടി വയ്ക്കുവാൻ, ഉത്സവസ്ത്രം ധരിപ്പിക്കുവാൻ, ഉത്സവം ജീവിതത്തിൽ തുടങ്ങിത്തരുവാൻ, അനുഗ്രഹത്തിൻ്റെ ആരംഭം കുറിക്കുവാൻ ഇന്ന് കർത്താവ് നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. സ്നേഹവാനായ ക്രിസ്തുവിനെ ഇപ്പോൾ തന്നെ നിങ്ങൾ എതിരേൽക്കുവീൻ. നാഥ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അശുദ്ധിയുള്ള ഹൃദയത്തിലേക്ക്, തിന്മയുള്ള ഹൃദയത്തിലേക്ക് എൻ്റെ നാഥ നീ കടന്നു
ഉണരുവാൻ പ്രസാദിക്കണമേ. എൻ്റെ തിന്മയോട് ഞാൻ യാത്ര പറയുന്നു, എൻ്റെ അശുദ്ധിയോട് ഞാൻ യാത്ര പറയുന്നു. ഇപ്പോൾ നീ എന്നെ കൈക്കൊള്ളണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, സമർപ്പിക്കൂ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. ഇന്ന് പുതിയ തീരുമാനമെടുക്കൂ. യേശുവിനോട് വാക്ക് പറയൂ, യേശുവേ ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. എൻ്റെ യേശുവേ ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വക. നാഥ, എന്നെ ഏറ്റവും ഹീനമായ പാതകങ്ങളിൽ നിന്ന് എന്നെ കോരിയെടുത്ത രക്ഷക, എന്നെ അശുദ്ധിയിൽ നിന്ന് വിടുവിച്ച രക്ഷക, എന്നെ തിന്മയിൽ നിന്ന് വിടുവിച്ച രക്ഷക, എന്നെ ആത്മഹത്യയിൽ നിന്ന് വിടുവിച്ച രക്ഷക, എന്നെ നാശത്തിൽ നിന്ന്, കൊലപാതകത്തിൽ നിന്ന്, ഹീനമായ പാതകങ്ങളിൽ നിന്ന്, വ്യഭിചാര ജീവിതത്തിൽ നിന്നെല്ലാം എന്നെ വിടുവിച്ച രക്ഷക, ഇപ്പോൾ നിൻ്റെ തൃക്കരൻ്റെ മേൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. സമർപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. നിൻ്റെ മക്കളെ തൊട്ടതിനായി സ്തോത്രം. ഈ മക്കളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഈ വചനം കേട്ടെല്ലാവരെയും തലോടണമേ, കണ്ണുനീര് തുടയ്ക്കണമേ, രോഗസൗഖ്യം നൽകണമേ, അടഞ്ഞ വാതിലുകൾ തുറക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.